വഖഫ് ഭേദഗതി ബിൽ ബുധനാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിക്കുക. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഈ സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിക്കുക. കാരണം 14 ഭേദഗതിയോടുകൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത് ഈ സമ്മേളനത്തിൽ തന്നെ ഇത് പാസ്സാക്കാനുള്ള സാധ്യത ഏറുകയാണ്. അവതരണം കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച ഉള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കും. കാരണം BCC അടക്കം അല്ലെ ക്രിസ്ത്യൻ ബിഷപ്പ് കോൺഫറൻസ് അടക്കമുള്ള പിന്തുണ ലഭിച്ചതോടെയാണ് അടിയന്തരമായിട്ട് തന്നെ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. നേരത്തെ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിരുന്നു, ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിക്കാനായിരുന്നു BJP ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ BCCയുടെയും KCCയുടെയും കേരള ബിഷപ്പ് കോൺഫറൻസിന്റെ അതുപോലെ അഖിലേന്ത്യാ ബിഷപ്പ് കോൺഫറൻസിന്റെ കോട്ടായ്മയുടെയും പിന്തുണ ലഭിച്ചത്. അതോടെ തന്നെയാണ് വളരെ പെട്ടെന്ന് ഇന്ന് രാത്രിയോട് തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം BJP നേതൃത്വം എടുത്തത്. ഏതായാലും ബുധനാഴ്ച ഏപ്രിൽ 2-ാം തീയതി വഖഫ് ബിൽ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. പാർലമെന്റ് കാര്യ മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുമായ കിരൺ റിജിജു ആയിരിക്കും ഈ നിയമം അവതരിപ്പിക്കുന്നത്. നേരത്തെ JPC നിർദ്ദേശിച്ച 14 ഭേദഗതിയോടുകൂടിയാണ് വഖഫ് നിയമം പാർലമെന്റിന് മുമ്പിൽ എത്തുന്നത്. ലോക്സഭ പാസാക്കുന്നതോടെ രാജ്യസഭയിലേക്ക് റെഫർ ചെയ്യുന്ന ഈ ബിൽ പിന്നെ നിയമമാവും എന്നാണ് നിയമവൃത്തങ്ങളും പാർലമെന്റ് കാര്യ വൃത്തങ്ങളും നമ്മളോട് പറയുന്നത്. അരണ്യ, ശരി. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.